Hello, dear students. Myself, Jomal George, faculty for Strategic Management at Triple Commerce Academy. സോ ഫൈനൽ ആപ്പ് വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള നിങ്ങളുടെ സമയം എങ്ങനെ നിങ്ങൾക്ക് അടുത്ത എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എങ്ങനെ ടൈം അലോക്കേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഓവർവ്യൂ തരാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സമയം ഓരോ മിനിറ്റും പ്രഷ്യസ് ആണ്. കാരണം നമ്മൾ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്, നമുക്ക് അടുത്ത എക്സാം പോകാനുണ്ട്. അത് FM ആൻഡ് SM ആണ്. അതിൽ SM നമുക്ക് 50 മാർക്ക് ഉണ്ട്. നമുക്ക് സ്കോർ ചെയ്യണം, ജയിച്ചേ പറ്റുള്ളൂ അല്ലേ. സോ ഫസ്റ്റ് തിങ്, നമ്മൾ ഇന്ന് വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻസിൻ്റെ മനസ്സിലുള്ള മെയിൻ ക്വസ്റ്റൻ അറിയും, സർ നിങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റായിട്ട് ഈ ഒരു ലിമിറ്റഡ് ടൈം ഇനി ഞങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടതെന്ന്, എങ്ങനെയാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം, വാട്ട് ആർ തിങ്സ് ടു ഡു, നോട്ട് ടു ഡു, നമ്മൾ കെയർഫുൾ ആവേണ്ട മാറ്റർ എന്തൊക്കെയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ക്രിസ്പായി ചുരുക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഐ വാണ്ട് ടു കൺസ്യൂം ലോട്ട് ഓഫ് ടൈം, ബട്ട് ദ സെയിം ടൈം ഐ വാണ്ട് ടു പ്രൊഡക്റ്റീവ്. കാരണം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിന് വേർത്ത് കിട്ടാൻ വേണ്ടി ഏറ്റവും ചുരുങ്ങിയ സമയത്ത് ഏറ്റവും മാക്സിമം പോസിബിൾ ബെറ്റർ മെറ്റർ ഈ ഇൻഫർമേഷൻ കൺവേ ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ പേപ്പർ SM ആണ്, 50 മാർക്കാണ് അല്ലേ. 50 മാർക്ക് പേപ്പർ ഇടുന്ന എല്ലാ കുട്ടികളുടെയും SM ഫാക്കൽറ്റി നിങ്ങൾക്ക് പറയാൻ എന്താ അറിയും, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഒരു തിയറി പേപ്പർ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ തിയറി പേപ്പർ. ഇതൊരു തിയറി പേപ്പറിന് കാണാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേസിക്കലി തിയറി മീൻസ് നമ്മൾ പണ്ട് +2 ബിസിനസ് പഠിച്ച ഓർമ്മയുണ്ടോ, വാട്ട് ആർ ദ റിലവൻസ് ഓഫ്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ്, ഓർ വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് അല്ലേ. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല SM ചോദിക്കുന്നത്. ട്രെൻഡ് മാറുവാണ്. ദർ ഹാഡ് ബീൻ ആൻ എവല്യൂഷൻ ഓഫ് ട്രെൻഡ്. അത് നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. കാരണം യുനോ ലോങ് വേ ബാക്ക് വെൻ വി വർ റൈറ്റിംഗ് എക്സാമിനേഷൻ നമുക്കൊരു ഉറപ്പുണ്ട്. എന്താ അറിയും, ഓക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇന്ന ക്വസ്റ്റ്യൻ വരും, അത് ഡയറക്റ്റ് ആയിരിക്കും, അതിങ്ങനെ ആയിരിക്കും. പോർട്ടേഴ്സ് പേപ്പേഴ്സ് മോഡൽ ചോദിക്കും, അല്ലെങ്കിൽ അത് ചോദിക്കും, ഇത് ചോദിക്കും, അതെന്താ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് ധൈര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. സോ when I became an SM faculty and as today sitting before you, ഞാൻ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ what I can understand is that ഒരുപാട് മാറിയിട്ടുണ്ട്. ആ എവല്യൂഷൻ ഇപ്പം എൻ്റെ പീക്കിലാണ്. എന്താണ് എവല്യൂഷൻ അല്ലേ. നൗ ICAI നിങ്ങളുടെ കോൺസെപ്റ്റൽ ക്ലാരിറ്റിയാണ് അറിയേണ്ടത്. നിങ്ങൾക്ക് എത്രത്തോളം മഗ്ഗപ്പ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം കാണാപ്പാടം പഠിച്ചിട്ടുന്നല്ല എന്നുള്ള ഡാറ്റ അല്ല വേണ്ടത്. അവർക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടോ, നിങ്ങൾക്ക് അനലിറ്റിക്കൽ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ള കാര്യമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പഠിക്കുന്ന കാണാപ്പാടം പഠിക്കുന്നതിനൊപ്പം തന്നെ അതിൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റിയും നിങ്ങൾക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ പാറ്റേണിലെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടി ഒരു PDF ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ PDF വേണ്ട ആൾക്കുട്ടികൾ ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ നിങ്ങളതിൽ ലിങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോഴത്തെ മെയിൻ സംഭവം കേസ് സ്റ്റഡി ഓറിയൻറ്റേഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇങ്ങനെ കമ്പനിയിലെ CEO ആണ്, CFO ആണ്, നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യാനുണ്ടാവുക, അതിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അവസ്ഥയുള്ള കമ്പനിയെ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ അതിനെ എങ്ങനെ റിവൈവ് ചെയ്യിക്കും, ചേഞ്ച് മാനേജ്മെൻറ്റ് എങ്ങനെ കൊണ്ടുവരും നിങ്ങൾ. എസ് പറഞ്ഞോ, നിങ്ങളുടെ സ്ഥാപനത്തിൽ ഇന്ന അവസ്ഥയുണ്ട്, ആസ് എ ലീഡർ, ആസ് എ സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് പ്രകാരം നിങ്ങൾ എങ്ങനെ ഇതിനെ കൊണ്ടുപോകും. ഇത്തരത്തിലുള്ള കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് വന്നേക്കാം. അതുപോലെ ആപ്ലിക്കേഷൻ ബേസ്ഡ് കോൺസെപ്റ്റൽ റൈറ്റിംഗ് എന്ന സംഭവമുണ്ട്. ഒരു സിനാരിയോ തന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യും, അപ്പോൾ പ്രിൻസിപ്പിൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു ചാപ്റ്ററിൽ 4 പ്രിൻസിപ്പിൾ ഉണ്ടെന്നിരിക്കട്ടെ, ഈ 4 നിങ്ങൾ ഡെഫിനിഷൻ കാണാപ്പാടാന്നിരിക്കട്ടെ, ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ആ പ്രിൻസിപ്പിൾ കാണാപ്പാടം പ്ലസ് അത് എന്താണെന്ന് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ സിനാരിയോയിൽ അതിലേത് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇന്റർലിങ്കിങ് ചാപ്റ്റേഴ്സ്, ഇത് ഞാൻ SM ക്ലാസ്സിൽ എപ്പോഴും പറഞ്ഞൊരു മെയിൻ കാര്യമാണ്. അതായത് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പഴയ പോലെ ആ ക്വസ്റ്റിൻ്റെ ആൻസർ ആ ഇന്ന ചാപ്റ്ററിൽ ഇന്ന പേജിൽ ഇന്ന പെഡാഫിലുണ്ടെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് അതിൻ്റെ ആൻസർ ചിലപ്പോൾ 1, 2, 3 ചാപ്റ്ററിലൊക്കെ ഉണ്ടാവുക. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കറ്റിൽ പഠിച്ചവരാണെങ്കിൽ അതിൽ ഒന്നാമത്തെ യൂണിറ്റിൻ്റെ ബാക്കിലത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിൻ്റെ 1ാം ചാപ്റ്ററിലാണ് ക്വസ്റ്റ്യൻ വന്നെങ്കിലും അതിൻ്റെ ആൻസറിൽ 2, 3, 4 ചാപ്റ്ററിലെ കണ്ടന്റ് കയറി വന്നിട്ടുണ്ട്. സോ ഞാനെപ്പോഴും കുട്ടികൾ മുൻകൂട്ടി പറയും, മക്കളെ SM 5 യൂണിറ്റ് പഠിച്ചെങ്കിൽ മാത്രമേ പല ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അതിൻ്റെ ഒരു സബ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു എലമെൻറ്റ് യൂണിറ്റ് നമ്പർ 1-ലായിരിക്കാം, അടുത്ത എലമെൻറ്റ് യൂണിറ്റ് നമ്പർ 3-ലായിരിക്കാം, അടുത്ത എലമെൻറ്റ് യൂണിറ്റ് 2-ലായിരിക്കാം. സോ ഇന്റർ ലിങ്കേജ് ഓഫ് ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടൊരു ക്വസ്റ്റ്യൻ വരുമ്പം കർത്താവ് ഇത് അല്ലെങ്കിൽ ദൈവം ഇത് ഇന്ന ചാപ്റ്ററിലാണോ ആ ചാപ്റ്ററിലാണോ ഈ ചാപ്റ്ററിലാണോ ടെൻഷൻ എടുക്കുകയേ വേണ്ട. അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ചിന്തയുണ്ട്, സർ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസറിൽ 1-ന്നും 3-ന്നും 5-ന്നും അല്ലെങ്കിൽ 2-ന്നും 3-ന്നും 4-ന്നും ചാപ്റ്ററിലെ കോണ്ടന്റിൽ കിടപ്പുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യാനാണെങ്കിൽ അതെല്ലാം ഇന്റർലിങ്ക് ചെയ്ത് എഴുതാം.
സാറിന് അല്ലാതെ ഒരു ആൻസർ ഇന്ന ചാപ്റ്ററിൽ ടോപ്പിക് അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാം ഇപ്പോൾ ഇന്റർ കണക്ട് ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നേക്കാം. ഒന്ന് ഓർത്ത് നോക്കൂ, നിങ്ങൾ ഒരു സ്ട്രാറ്റജിക് നിങ്ങൾ CF ആണ്, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏത് ലെവലിലായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് നമ്പർ 1 ഉത്തരവുള്ളത്. ആ ലീഡറായ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നു. ആ മാറ്റം കൊണ്ടുവരുന്നത് എങ്ങനെ? അത് സ്ട്രാറ്റജിക് ചേഞ്ച് കിടക്കുകയാണ്, ആ ടോപ്പിക് കിടക്കുകയാണ്. ഈ മാറ്റത്തിന് നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള മാനേജ്മെന്റ് സംഭവങ്ങളും ഇന്ന പോരായ്മയുണ്ട് അല്ലെ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അത് ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. അത് ആ ചാപ്റ്ററിലാണ് വേണ്ടത്. ഓക്കെ, ഈ മാറ്റം വരുമ്പോൾ കോമ്പറ്റീഷൻ അഡ്വാൻറ്റേജ് ഇങ്ങനെ ഉണ്ടാവും. അത് വേറെ ടോപ്പിക്കാണ്. കണ്ടോ, ഇതെല്ലാം ഒറ്റ ക്വസ്റ്റിൽ എന്ത് ചെയ്യാൻ സെറ്റ് ചെയ്യാർക്ക്. അപ്പോൾ ഇന്റർലിങ്കേജ് ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് എല്ലാ ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഇന്റർ കണക്ട് ആണെന്ന് പറയേണ്ടി വരും. പറഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു ട്രെൻഡാണ് ഷോർട്ട് കോൺസെപ്ച്വൽ ഡിഫറൻസിയേഷൻ ക്വസ്റ്റ്യൻസ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ അത് ഇത് ABCD. ഇത് ഡയറക്റ്റായിട്ട് പറയാൻ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് വന്നേക്കാം. പറഞ്ഞു. അതുപോലെ MCQ ബേസ് സിനാരിയോസ്. ഒരു വലിയ കഥ വന്നിട്ട് ആ കഥക്കകത്ത് നിന്ന് തന്നെ 3-4 MCQ വരുന്ന പോലെ സംഭവം. അതും ആ കഥക്കകത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്റർലിങ്കേജ് ആണ്. MCQ നമ്പർ 1 ഫ്രം യൂണിറ്റ് നമ്പർ 1 ആയിരിക്കും, MCQ 2 ഫ്രം യൂണിറ്റ് നമ്പർ 5 ആയിരിക്കും. അങ്ങനെ പല യൂണിറ്റിലെ MCQ ഒറ്റ കേസ് സ്റ്റഡിയിൽ സബ് ക്വസ്റ്റൻ ആയിട്ട് വരുന്ന ട്രെൻഡും വന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അതുകൊണ്ട് ഞാൻ പറഞ്ഞ തന്നെ ഇപ്പോഴത്തെ ഈ പേപ്പർ ഒരു മെമ്മറി ഡ്രിവൺ ആയിട്ടുള്ള സാധനമല്ല. പിന്നെയോ 3 മെയിൻ ആസ്പെക്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആൻസർ ചെയ്യണമെങ്കിൽ എന്തൊക്കെയാ അറിയോ? 3 എടുത്തുള്ളൂ. 1 മനസ്സിലാക്കുക, 2 അതിൻ്റെ പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, 3 അതിൻ്റെ കീവേഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കീവേഡ്സ് ഡ്രിവൺ ആണ് എന്ന് വെച്ചാൽ നിങ്ങളൊരു സെൻറ്റൻസ് മുഴുവൻ കാണാപ്പാടം പഠിക്കേണ്ട, പകരം അതിലെ കീവേഡ് പഠിക്കുക. അതിൻ്റെ കീവേഡ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇറ്റ്സ് എ മാനേജീരിയൽ പ്രോസസ് ഓഫ് എന്ന് പറഞ്ഞാൽ ആ മാനേജീരിയൽ പ്രോസസ്സിലെ കീവേഡാണ്. സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇസ് എ മാനേജീരിയൽ പ്രോസസ് ഓഫ് എന്ന് പറയുമ്പോൾ ആ മാനേജീരിയൽ പ്രോസസ് എന്നുള്ളത് കീവേഡാണ്. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ കീവേഡ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു എൻ്റയർ സെൻറ്റൻസ് ബൈ ഹാർട്ട് ചെയ്യുന്ന പ്രശ്നത്തിന് പകരം യു ഫോക്കസ് ഓൺ ദോസ് കീവേഡ്സ് ആൻഡ് കീവേഡ്സ് അപ്ലിക്കേറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. നമുക്കറിയാമല്ലോ, നമുക്ക് 15 മാർക്ക് MCQന്നും 35 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിനും ടോട്ടൽ 50 മാർക്കാണ് ഈ ട്രെൻഡിൽ നമുക്കിപ്പം ഉള്ളത്. പറഞ്ഞോ. യെസ്, കഴിഞ്ഞ 3 അറ്റംപ്റ്റ് അനലൈസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലായ ടോപ്പിക് എന്താ പറയുക? വെയിറ്റേജ് ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ സ്ട്രാറ്റജിക് അനാലിസിസ് ആൻഡ് പ്ലാനിങ് എന്നുള്ള ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷനും ലീഡർഷിപ്പും യെസ് എഗൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് എൻവയോൺമെൻറ്റും സ്ട്രാറ്റജിക് കൺട്രോളും എന്നുള്ള ഏരിയ ഒരു മോഡറേറ്റ് ആണ്. ഡിജിറ്റൽ സ്ട്രാറ്റജി എമർജിങ് ഏരിയാസ് ചോദിക്കാൻ ചാൻസ് ഉള്ള, ഇതുവരെ ചോദിക്കാത്ത റൈസിങ് അപ്കമിങ് ടെററാണ് എന്ത് ഈ ഒരു ഏരിയ. നമുക്കിനി ഒരു പഠിക്കേണ്ട ഈ ഒരു മണിക്കൂറിൽ ഞാൻ പറയുന്ന മറ്റൊരു കാര്യമാണ് ഒരു ABC അനാലിസിസ്. ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തവ A കാറ്റഗറി, പഠിക്കേണ്ടവ ഇമ്പോർട്ടൻ്റ് ആണ് B കാറ്റഗറി. ഓക്കെ ഫൈൻ, ഒന്ന് ഗോത്രൂ ചെയ്യുക, ഒഴിവാക്കരുത്, അതും പഠിക്കണം, പക്ഷെ ഒന്ന് ഗോത്രൂ ചെയ്യുക. അത്ര അതിൻ്റെ മുകളിൽ ഇരുന്ന് സമയം കളയരുത് C കാറ്റഗറി. ഓൾറൈറ്റ്, സോ ഹിയർ വി ഗോ. A കാറ്റഗറി ഇതൊരു 60 to 70% പ്രോബിലിറ്റിയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് മാൻഡേറ്ററി ആണ്, ഇത് പഠിച്ചിട്ടേ പോകാവുള്ളൂ. മോസ്റ്റ് ആസ്ഡ് ഏരിയ ഫ്രം ദിസ് ഏരിയ, ഈ മോസ്റ്റ് വാണ്ടഡ് ഏരിയ ഏതൊക്കെയാണ്? SWOT, TOS, പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ, വാല്യൂ ചെയിൻ, കോർ കോമ്പറ്റൻസി, കോമ്പറ്റീവ് അഡ്വാൻറ്റേജ്. ഇത്രയും ഏരിയ വളരെ ഫ്രീക്വൻ്റ്ലി ഇതിന് മുന്നേ ചോദിച്ചതുകൊണ്ട് ഞാൻ ഇതിനെ A കാറ്റഗറിയിൽ പ്ലേസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഏരിയാസ് ICAക്ക് ഇത്ര ഇഷ്ടം, എന്തുകൊണ്ട് എത്ര ഇമ്പോർട്ടൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. ഒരുപാട് അനലറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇന്നതാണെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യണം, ഇതാണെങ്കിൽ എന്ത് അപ്ലൈ ചെയ്യണം, ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു വലിയ പേര വന്നിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല MCQ 1, 2, 3 ആദ്യം ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ഏരിയ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വളരെ ഫേവററ്റ് ആണ്. അതുകൊണ്ട് ഈ ഏരിയ പഠിക്കുമ്പം നമ്മൾ എല്ലാ ഫ്രെയിം വർക്കും വേർഡ് ടു വേർഡ് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ ഈ ഏരിയക്കകത്ത് ഒരു 5-6 പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ ഞാൻ പറയുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ സ്ട്രാറ്റജി പ്ലാനിങ്ങും ഫോർമുലേഷനാണ്. പറഞ്ഞു. അതിൻ്റെ അകത്ത് ഒരു 8 to 12 മാർക്ക് ഒരു എക്സ്പെക്ട് വെയിറ്റേജ് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ, ഞാനൊരു പ്രിഡിക്ഷൻ ഗുരുവല്ല, ഒരു പ്രിഡിക്ഷൻ സിംഹമല്ല, ഒന്നുമല്ല. ഞാൻ പറയുന്ന പോയിന്റ് ഇമ്പോർട്ടൻസിന് വെച്ച് പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇത് ചോദിക്കുമെന്നോ ഉറപ്പായും ചോദിക്കുമെന്നോ ഒരു ക്ലെയിം ആസ് എ ഫാക്കൽറ്റി ഞാൻ എവിടെയും പറയുന്നില്ല. നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ച് പോകേണ്ട ഏരിയ ഇതാണ്, ഇത് സ്കിപ്പ് ചെയ്യണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഇത് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ വരും, എല്ലാവരും കൈകൾ ക്ലാപ്പ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, ഓൾറൈറ്റ്, അത് ഇത് മാൻഡേറ്ററി ആണ്, ഇത് പ്രീവിയസ്ലി ചോദിച്ച ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്, ഡിസ്ക്ലെയിമർ പറയുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ A കാറ്റഗറി വരുന്ന മറ്റൊരു ഏരിയ ആണ് വിഷൻ, മിഷൻ ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ്,
ലെവൽസ് ഓഫ് സ്ട്രാറ്റജി, BCG മെട്രിക്സ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ കൂടെ പറഞ്ഞുതരാം. ഈ സ്ട്രാറ്റജി ലെവൽസും ഫോർമേഷൻ പ്രോസസ്സും ഇതിൻ്റെ അകത്ത് തന്നെയുള്ള മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഇത് നമ്മുടെ ഒരു എക്സാം തൊട്ട് മുന്നേ ഉള്ള ക്ലാസ് കൊട്ടാണല്ലോ. ഈ സമയത്ത് നമ്മൾ എല്ലാ ചാർട്ടും കമ്പാരിറ്റീവ് ടേബിൾസും ന്യൂമോണിക്സും എന്ത് ചെയ്യുക, ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള A കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു സംഭവം പറയാം, സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ആണ്. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ചാൽ ഇത് റീസെൻ്റ് ആയിട്ട് ICAക്ക് ഒരുപാട് പ്രണയം തോന്നിയ ഒരു ടോപ്പിക്കാണ് ഈ ഒരു ഏരിയ. ഇതിൻ്റെ അകത്ത് നിന്ന് മെക്കിൻസിസ് മോഡൽ, ഫങ്ഷണൽ ഇംപ്ലിമെൻറ്റേഷൻ, റിസോഴ്സ് അലോക്കേഷൻ, സ്ട്രാറ്റജിക് ചേഞ്ച്, റെസിസ്റ്റൻസ് മാനേജ്മെൻറ്റ്, ഈ സംഭവം അനലറ്റിക്കൽ അല്ലെങ്കിൽ കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻ ആയിട്ട് ഇത്തരം ഏരിയാസിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മേ ബി ഡയറക്റ്റ് ആസ് വെൽ. ഓക്കെ സാറിനോ. അതുപോലെ തന്നെ A കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു സ്ട്രോങ് ഏരിയ ആണ് സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് ആൻഡ് എത്തിക്സ് എന്നുള്ള സംഭവങ്ങൾ. അതിൽ ലീഡർഷിപ്പ് സ്റ്റൈല്, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ്, കോർപ്പറേറ്റ് കൾച്ചർ, CSR ലിങ്കേജ്, ഇത്തരം സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി B കാറ്റഗറി, അപ്പോൾ നമ്മൾ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. A കാറ്റഗറി എന്തൊക്കെ വരുന്നുണ്ട്? SWOT, ടോഴ്സ് പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഗോത്രൂ ചെയ്യുക. പോർട്ടേഴ്സ് 5 ഫോഴ്സ് മോഡൽ, വാല്യൂ ചെയിൻ അനാലിസിസ്, കോർ കോമ്പറ്റൻസി, കോമ്പറ്റീവ് അഡ്വാൻറ്റേജ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വിഷൻ, മിഷൻ, ഒബ്ജക്റ്റീവ്, നമ്മുടെ സ്ട്രാറ്റജിക് ആൾട്ടർനേറ്റീവ്സ്, ലെവൽസ് ഓഫ് സ്ട്രാറ്റജി, BCG മെട്രിക്സ്, പിന്നെ മെക്കിൻസിസ് മോഡൽ, ഫങ്ഷണൽ ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ, റിസോഴ്സ് അലോക്കേഷൻ, സ്ട്രാറ്റജിക് ചേഞ്ച് മാനേജ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ലീഡർഷിപ്പ്, സ്ട്രാറ്റജിക് ലീഡർഷിപ്പ് സ്റ്റൈൽസ്. ഇതാണ് A കാറ്റഗറി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. വൈ? ഇതൊരു പ്രഡിക്ഷനോ ഒന്നുമല്ല, ഇത് പ്രീവിയസ്ലി അത്രയും റിപ്പീറ്റായിട്ട് ചോദിച്ച കീ ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യപ്പെട്ട ഏരിയ ആണ്. ഇനി ബിയിൽ വരുന്ന, അതായത് B ലെവൽ എന്ന് വെച്ചാൽ ഇതൊരു എക്സംഷൻ ലെവലിലേക്ക് പുഷ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് വരണം എന്നുള്ള സാധനമാണ്. എന്താണ്? നമ്മുടെ സ്കാനിങ് ഓഫ് എൻവയോൺമെൻറ്റ്, അതുപോലെ ഇന്റേണൽ എക്ഷൻ അനാലിസിസ്, അതുപോലെ കേപ്പബിലിറ്റി ഓഫ് ഓർഗനൈസേഷൻ, ഈ ഏരിയാസ്. അതുപോലെ തന്നെ നമ്മുടെ ഫങ്ഷണൽ സ്ട്രാറ്റജി ഉണ്ടല്ലോ, മാർക്കറ്റിംഗ്, HR, ഫിനാൻസ്, പ്രൊഡക്ഷൻ സ്ട്രാറ്റജി, ഇത്തരം ഏരിയാസ് എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് സ്മോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും അതുപോലെ ചെറിയ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഓക്കെ സോർണോ. പിന്നെ അതുപോലെ തന്നെ കാറ്റഗറി C, ഇതല്ലാതെ ബാക്കിയുള്ള ഏരിയ കാറ്റഗറി C ആയിട്ട് കഴിയും. ഈ കാറ്റഗറി Cയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാ അറിയാം? ഈ ഒരുപാട് ഈ C ടോപ്പിക്കുള്ള ഏരിയാസിനെ എക്സീവ് ആയിട്ടുള്ള മെമ്മറി കപ്പാസിറ്റിയിലോട്ട് കയറ്റുന്ന പരിപാടി ഒഴിവാക്കുക, കാണാപ്പാടം പഠിക്കൽ ഒഴിവാക്കുക. യെസ് ഓർ നോ? അതുപോലെ ഇതുവരെ ചോദിക്കാത്ത, റെയർലി ഇതുവരെ എക്സാം ചോദിക്കാത്ത ഏരിയ ഈ C കാറ്റഗറിയിലുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് വായിച്ച് വിട്ടാൽ മതി. യെസ് ഓർ നോ? ഡീപ്പ് അക്കാഡമിക് ഇരുത്തിയുള്ള അനലൈറ്റിക്കൽ പഠിത്തം ഈ ടോപ്പിക്ക് നമുക്ക് ഇനി സമയമില്ല. യെസ് ഓർ നോ? അതുപോലെ അങ്ങനെ ഒന്ന് വിട്ടുവിടാം. ഇനി മോസ്റ്റ് റിപ്പീറ്റഡ് ടോപ്പിക്സ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതെല്ലാം ഒന്ന് ഒരു ചാർട്ടായിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൽ യു കൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓർ യു ക്യാൻ ആസ്ക് ഫോർ എ PDF ഫയൽ ആൻഡ് ദിസ് മൈറ്റ് ബി ഹെൽപ്ഫുൾ ടു യു. ടിക്കറ്റ് പോലും ഇത്ര ഏരിയ പഠിച്ചിട്ടുണ്ടോ? ഇനി ICAയുടെ ക്വസ്റ്റ്യൻ സെറ്റിംഗ് സൈക്കോളജി കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞില്ല ഒരു കമ്പാരിറ്റീവ്, ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? പഴയ കാലത്ത് ഞങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് പ്യുവർ ഡെഫിനിഷൻ ആയിരുന്നു. ഞങ്ങൾക്ക് എഴുതുന്ന കാലത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ കരുതുന്ന പോലെ അത്രയും പ്രായമുള്ള ഗാൻഡാൾഫ് ദ വൈസ് അല്ലെങ്കിൽ ഡംബിൾഡോർ അങ്ങനല്ല. ഇറ്റ് ഈസ് ഫ്യൂ ഇയേഴ്സ് ബാക്ക്. ഇതിൻ്റെ സ്റ്റൈല് പ്യുവർലി ഡെഫിനിഷൻ ആയിരുന്നു. അതുപോലെ തന്നെ ഡിഫൈൻ ദ ഫോളോയിങ് ടേംസ്, ഡിഫൈൻ അത്, ഡിഫൈൻ ഇത്, ആ ടൈപ്പ്. ചുരുക്കി പറഞ്ഞ് ഞങ്ങളൊക്കെ മക്ക് ചെയ്ത് പഠിച്ച ആൾക്കാരെ, കാണാപ്പാടം പഠിക്കുന്നതായിരുന്നു ഞങ്ങളുടെ സ്റ്റൈല്. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ഒരു പരിധി പ്രിഡിക്റ്റബിൾ ആണ്. എപ്പോഴാണ് പ്രിഡിക്റ്റബിലിറ്റി കൂടുന്നത്? ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആകുമ്പോൾ. അതങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കേസിൽ ഒരുപാട് ചെറിയ കേസ് സ്റ്റഡി, ഒരു സിനാരിയോ തന്നിട്ട് അതിനെപ്പറ്റി ഇൻ്റർപ്രിറ്റ് ചെയ്യുക, കോൺസെപ്റ്റ് എല്ലാം ഇൻ്റർലിങ്ക് ചെയ്യുന്ന പരിപാടി, ആപ്ലിക്കേഷൻ റൈറ്റിംഗ്, ഇതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വരുന്നത്. അതിൻ്റെ അർത്ഥം നമുക്ക് വാട്ട് ഈസ് ഡെഫിനിഷൻ എന്നുള്ള ഓൾഡ് പാറ്റേണിന് പകരം എന്താണ് നമുക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ്? വെൻ ടു അപ്ലൈ, ഇത് എപ്പോൾ അപ്ലൈ ചെയ്യണം എന്നുള്ള സംഭവമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇതുകൂടെ പറഞ്ഞുതരാം. ഇനി അങ്ങോട്ട് 5 മണിക്കൂർ നിങ്ങൾ കാറ്റഗറി എയിൽ പറഞ്ഞ A കാറ്റഗറിയില്ലേ, നമ്മുടെ ABCയിൽ A കാറ്റഗറി, അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതുപോലെ ചെയ്യാൻ പാടില്ലാത്ത, മറക്കാൻ പാടില്ലാത്ത മറ്റൊരു കാര്യമാണ് PYQ RTP 2 മണിക്കൂർ സ്കാൻ ചെയ്യുക, MCQ പ്രാക്ടീസിന് വേണ്ടി 1.5 മണിക്കൂർ മാറ്റി വെക്കുക. ഇത് മാൻഡേറ്ററി ആയിട്ടും ഈ ഒരു സംഭവം നമ്മൾ ചെയ്തിരിക്കണം. ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് ഓർ നോ? അതുപോലെ എന്തെങ്കിലും ഫോർമുലാസോ ന്യൂമോണിക്സോ റിവേഴ്സ് ചെയ്യണമെങ്കിൽ 1 മണിക്കൂർ അതിനും എന്ത് ചെയ്യാം, സ്പെൻഡ് ചെയ്യാം. ഓക്കെ യെസ് ഓർ നോ? പിന്നെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്, രാവിലെ നേരത്തെ എഴുന്നേറ്റാലും കുഴപ്പമില്ല, ഒരു 30 മണിക്കൂർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യണം. രാവിലെ എഴുന്നേക്കുക എന്ന് പറയുമ്പോൾ നല്ല ഉറക്കവും റിലാക്സേഷനും മാൻഡേറ്ററി ആണ്. അത് ഞാൻ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ പല വഴി കിളി പറക്കും.
പോയെങ്കിൽ തിരിച്ച് കൂട്ടി കയറില്ല. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് ഉറക്കവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബ്രെയിനിനെ പറ്റി അറിയാതെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഈ സംഭവം അപ്പം RTP, MTP, സസ്റ്റൻസ് ആൻസർ, ഓക്കെ, ഇതൊക്കെ ഒന്ന് പ്രത്യേകം ഒന്ന് നോക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന BCG മെട്രിക്സ്, ക്യാഷ് കൗ, ക്വസ്റ്റ്യൻ മാർക്ക്, ഡോഗ്, പോർട്ടേഴ്സ്, 5 ഫോഴ്സ് മോഡലുള്ള 5 എലമെന്റ്സ്, ഇതെല്ലാം ഫ്രെയിം വർക്കാണ്. ഇതൊക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. എക്സാം ഹാളിൽ 15 മിനിറ്റ് മുന്നേ എങ്കിലും എത്താൻ ശ്രമിക്കുക. എന്നിട്ട് പിന്നുള്ള 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആണ്, കയറി കഴിഞ്ഞാലുള്ള കൂൾ ഓഫ് ടൈം ആണ്. ആ കൂൾ ഓഫ് ടൈം 15 മിനിറ്റിൽ എൻ്റയർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സ്കാൻ ചെയ്യുക. എന്നിട്ട് ഏറ്റവും എളുപ്പമുള്ള, ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻസർ റൈറ്റിംഗ് ഫോർമുല ഒക്കെ എല്ലാവർക്കും അറിയാലോ. എപ്പോഴും പ്രൊഫഷണൽ കോൺസെപ്റ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അത് കേസിൽ എങ്ങനെ അപ്ലൈ എന്ന് എഴുതുക, കൺക്ലൂഷൻ. ഇങ്ങനെ ഒരു 4 ലെവൽ സ്ട്രാറ്റജി എന്ത് ചെയ്യുക, എപ്പോഴും ആൻസർ ചെയ്യുക. ഓക്കെ ആണോ? എസ് ഓർണോ? പ്രസന്റ് ചെയ്യുമ്പോൾ എല്ലാ ആൻസറിനും ഒരു ഹെഡിങ്സ് ഉണ്ടാവണം, സബ് ഹെഡിങ്സ് പ്രത്യേകം മാർക്ക് ചെയ്യണം. നിങ്ങളുടെ കീവേഡ്സ് വേണമെന്ന് പറഞ്ഞില്ലേ, എപ്പോഴും നിങ്ങൾ ഇതിൻ്റെ ആൻസറിലെ കീവേഡ്സ് പെൻസിൽ കൊണ്ട് അണ്ടർലൈൻ ചെയ്യണം. ഫ്ലോ ചാർട്ട്സ് അത് യൂസ് ചെയ്യണം. എസ് ഓർണോ? ഡിഫറൻസ് ബിറ്റ്വീൻ A and B ചോദിക്കുകയാണെങ്കിൽ ടേബിൾ ഫോർമാറ്റിൽ വേണം എന്ത് ചെയ്യാൻ, ആൻസർ എഴുതാൻ വേണ്ടി. ആൻസേഴ്സ് എപ്പോഴും പാരഗ്രാഫ്, ഈ ഒരു ഗ്രംപി പാരേഡ്, അത് എപ്പോഴും പോയിന്റ് വൈസ് ആയിട്ട്, ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ ആണോ? എസ് ഓർണോ? അത് പ്രത്യേകം ഓർത്ത് വെക്കണം. ഈ സാധനം ഒരിക്കലും വിട്ട് കളയെടുത്ത് പഠിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ മിനിമം സർവൈവൽ എന്ന് പറഞ്ഞേക്കണം. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ ടോപ്പിക്സ് തന്നെയാണ് ഒന്നുകൂടെ എഴുതി വെച്ചിട്ടുള്ളൂ. ബിക്കോസ് ഇതിനകത്ത് 35 മാർക്ക് കഴിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മെമ്മറി ബേസിനേക്കാൾ ഏറെ ക്വസ്റ്റ്യൻ എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രസൻറ്റേഷൻ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റ് ഫോർ എ സിംഗിൾ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയട്ടെ, ഐഡിയലി എല്ലാ MCQ 15 to 18 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം ബാക്കിലേക്ക് പോകാൻ വേണ്ടി. ഓക്കെ, എന്നിട്ട് ബാക്കി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, സബ് ഡിവൈഡ് ചെയ്യുക, ടൈം ഡിവിഷനൊക്കെ അലോട്ട് ചെയ്യുക. ഇതെല്ലാം ടൈം പ്ലാനിങ് അല്ല, എന്ത് ചെയ്യണം, നമ്മൾ എക്സാം ഹാളിൽ ചെന്ന് ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കൂൾ ഓഫ് ടൈമിൽ വേണം ടൈം പ്ലാൻ ചെയ്യാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പം ഫൈനൽ ലാബ് പ്രൊഫഷനിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയാണ്. അപ്പം നിങ്ങൾക്കിത് ഞാൻ വളരെ ഷോർട്ടായിട്ട്, വളരെ മാക്സിമം ചുരുക്കിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. ഞാൻ ഒരുപാട് കാട് കയറി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു 17 മിനിറ്റ് കൊണ്ട് ഞാൻ 18 മിനിറ്റ് കൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഹോപ്പ് ലൈക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗമായെന്ന് കരുതുന്നു. പെട്ടെന്ന് തന്നെ, അധികം വൈകാതെ സ്ട്രേറ്റ് അവേ പഠനത്തിലേക്ക് പോവുക. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ മക്കളെ. നന്നായിട്ട് എക്സാം എഴുതുക. ഡെഫിനറ്റ്ലി വിൽ കീപ് ഇൻ പ്രേസ് ഫോർ യു ആൻഡ് ഓൾവേസ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.